ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് വാഗമണ്ണിലൂടെയുള്ളൊരു ജീപ്പ് സഫാരി. ജീപ്പിലൂടെ വാഗമണ്ണിൻ്റെ ഉൾപ്രദേശങ്ങളിലൂടെ ഒന്ന് കറങ്ങുക, കുറച്ച് ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യുക, അതാണ് ലക്ഷ്യം. ഞങ്ങൾ രാവിലെ ഇറങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ലൊരു പ്രഭാതമായിരുന്നു. നല്ല ഒരു ഇടുങ്ങിയ വഴിയിലൂടെയൊക്കെയാണ് ജീപ്പ് പോകുന്നത്. നല്ല ഗ്രീനറി, നല്ല റോഡ്, ആ തണുപ്പത്ത് ആ ജീപ്പിലൂടെ പോകുന്ന ഒരു ഫീലിംഗ് വേറെയാണ്. ആ നീലാകാശവും ആ പച്ചപ്പും വളരെ നല്ലൊരു കാഴ്ചകളാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. എന്തുകൊണ്ടും ഈ ഒരു ജീപ്പ് യാത്ര നല്ല വേർത്താണ്. അത്യാവശ്യം നല്ല കാഴ്ചകളിലൂടെയും നല്ല എക്സ്പീരിയൻസിലൂടെയും നല്ല റോഡിലൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ റോഡില്ലാത്ത അവസ്ഥയിലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഓഫ് റോഡ്, ഒരു ചെളിയാണ് അവിടെ മെയിനായിട്ട്. വലിയ റോഡൊന്നുമില്ല, വണ്ടി പോയി അങ്ങനെ റോഡായാണൊക്കെ. ഇതുവഴി പോകുമ്പോൾ വണ്ടിക്കകത്ത് നല്ല കുലുക്കായിരിക്കും, നല്ല ഉലഞ്ഞുലഞ്ഞാണ് നമ്മൾ പോകുന്നത്. നല്ലൊരു അഡ്വഞ്ചർ എക്സ്പീരിയൻസ്. പിന്നെ പോകുന്ന വഴിയിൽ നോക്കാതെ നശിച്ചു പോയ കുറച്ച് ടീ എസ്റ്റേറ്റൊക്കെ കണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ചിലപ്പോൾ നഷ്ടം കൊണ്ടായിരിക്കും അതൊന്നും നോക്കാതെ ഇങ്ങനെ പോയത്. എന്തെങ്കിലും ഇഷ്യൂ കാണും, അറിയില്ല. നമ്മൾ ഈ കാണുന്ന റോഡൊക്കെ സ്ട്രെയിറ്റ് ആണെന്നാണ് വിചാരിക്കുന്ന വീഡിയോയിൽ, പക്ഷേ യഥാർത്ഥത്തിൽ നല്ലൊരു കുത്തനെയുള്ള കയറ്റമാണ്. ഈ കയറ്റത്തിലൊക്കെ വണ്ടി ടയറൊക്കെ നന്നായിട്ട് റോൾ ചെയ്യുന്നത് നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. വണ്ടിക്കകത്തിരിക്കുമ്പോൾ ഒരു സൈഡ് അങ്ങേ പോകും, ചരിഞ്ഞങ്ങ് വീഴാൻ പോകുന്ന കണക്ക് തോന്നും. പിന്നെ ഡ്രൈവറിൻ്റെ സ്കില്ല് കാരണം നമ്മളങ്ങ് കയറിപ്പോയി. പോകുന്ന സ്ഥലത്തിൽ ചിലതെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലാണ്. സ്പെഷ്യൽ പെർമിഷൻ കൊടുത്തിട്ടായിരിക്കും ഇവരൊക്കെ സഫായി നടത്തുന്നത്. ഇതൊരു വ്യൂ പോയിൻ്റാണ്. നമുക്കിവിടെ ഒന്ന് ഇടുക്കി ഡാം കാണാം. ഞങ്ങൾ ആദ്യം വിചാരിച്ച് പുള്ളി പാർക്ക് ചെയ്യാൻ പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പം പുള്ളി വണ്ടി ഫുള്ള് അവിടെ ഇട്ട് ചുറ്റാൻ തുടങ്ങി. ചുറ്റാന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പീഡിൽ നന്നായിട്ട് റൗണ്ട് അടിക്കുമായിരുന്നു. ഒരു സൈഡ് മൊത്തം ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ നിൽക്കുന്നതാണൊക്കെ തോന്നുന്നു. ഈ വീഡിയോ ആ വണ്ടിയും കൂടി ചേർത്തെടുത്തെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു അനുഭവം നിങ്ങൾക്കും കൂടി കിട്ടിയാണ്. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ നേരായ ചെറിയൊരു വഴിയിൽ കൂടെ ജീപ്പ് കൊടുത്ത് കറക്കി ഒറ്റ പോക്കാ പോയ. ഈ പോകുന്ന വഴിയിലൊക്കെ നല്ല ഉരുളൻ കല്ലുകളാണ്. ടയറും നന്നായിട്ട് തെന്നുന്നുണ്ട്. ഈ കല്ല് മാത്രമല്ല, നല്ല ചെളിയാണ്. ആ ചെളിയും നല്ല ചതുപ്പും അതൊക്കെ കൊണ്ട് നല്ലൊരു റിസ്കി റൈഡാണ്. നിങ്ങൾക്ക് ഇതിൽ കാണപ്പെട്ട ടയറൊക്കെ ഒരഞ്ഞ് സ്കിഡായി പോകുന്നത് കാണാവുന്നതാണ്. ഡ്രൈവറിൻ്റെ ഒരു സ്കില്ല് പുള്ളിക്കാരൻ നോക്കി നൈസായിട്ട് എടുത്തിട്ടാണ് പോകുന്നത്. 4 വീൽ ഡ്രൈവിൻ്റെ ഒരു പവർ. ഈ പോകുന്ന വഴിയിലെല്ലാം ഇതുപോലെ കുറേ ആറുകൾ ക്രോസ് ചെയ്യുന്നുണ്ട് നമ്മൾ. ഇതിപ്പോൾ റോഡിൻ്റെ താഴെ കൂടെ പോകുന്നെങ്കിലും നമ്മളിനി അടുത്തത് പോകാൻ പോകുന്നത് റോഡിൻ്റെ മുകളിൽ കൂടെ പോകുന്ന ആറില്ല. അങ്ങനെ ഞങ്ങൾ ആ ലക്ഷ്യസ്ഥാനത്തെത്തി. പിന്നെ ആ ആറിൻ്റെ മുകളിൽ കൂടി വണ്ടി ഓടിച്ച് അവിടെ കയറ്റി. ഫ്രണ്ടിലൊരു വണ്ടി കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആറിൻ്റെ നടുക്കങ്ങ് നിർത്തിയിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ആറിൽ മൊത്തവും അവിടെ ഇങ്ങനെ ബ്യൂട്ടി അങ്ങ് ആസ്വദിച്ചു. പിന്നെ കുറച്ച് നേരം ആറിൽ കുളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് വണ്ടിയിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു മൊട്ടക്കുന്നില. അവിടെ പോയി
കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു, കുറച്ച് ചില്ലടിച്ച് റിലാക്സ് ചെയ്ത് പിന്നെ ഞങ്ങളുടെ റിസോർട്ടിൽ പോവുക. ഈ വാഗമണിൽ വരുമ്പോഴത്തേക്കും ഒരു പ്രാവശ്യമെങ്കിലും ജീപ്പ് സഫാരി എടുക്കണം. ആ അഡ്വഞ്ചറും ആ ത്രില്ലും ആ ബ്യൂട്ടിയും ആ നേച്ചർ ബ്യൂട്ടിയും ആ റോഡ് ട്രിപ്പും ഓഫ് റോഡ് ട്രിപ്പും എല്ലാം നിങ്ങൾ ആസ്വദിക്കണം. വ്ളോഗ് കണ്ട എല്ലാവർക്കും നന്ദി. വീണ്ടും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലമർത്തി സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം.